പാർട്ടി പിൻസീറ്റിൽ നിന്ന് ഭരിക്കും എന്ത് പറയുന്നു ആ ചോദ്യത്തോട്? അവർക്കുള്ള മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. ആഞ്ഞൊരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം ഒന്നാകെ വെള്ളത്തിനടിയിലാവും. ഈ ദുരവസ്ഥ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ആശംസകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശ്രീലങ്ക എന്നൊരു മന്ത്രി വിളിച്ചിരുന്നത്, ശ്രീലങ്കയിൽ നിന്ന് അവർ പറഞ്ഞിരുന്നു, ഇങ്ങനെ വിളിച്ചു, അവിടെ നിന്ന് സംസാരിച്ചു. പുറത്തുനിന്നാണ് കൂടുതലും വിളിക്കുന്നത്, രാജ്യത്തിന് പുറത്തുനിന്നും അതുപോലെ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. പിന്നെ അയൽക്കാരൻ കൂടിയായ മോഹൻലാൽ വിളിച്ചു. അതെ, എനിക്ക് അഭിനന്ദനം അറിയിക്കാന് എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ശ്രീലങ്ക എന്നൊരു മന്ത്രി വിളിച്ചിരുന്നത്, ശ്രീലങ്കയിൽ നിന്ന് അവർ പറഞ്ഞിരുന്നു, ഇങ്ങനെ പുറത്തുനിന്നാണ് കൂടുതലും വിളിക്കുന്നത്, രാജ്യത്തിന് പുറത്തുനിന്നും അതുപോലെ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോലും നമ്മളോട് പെരുമാറുന്ന രീതി കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. ഒരൊറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന നഗരാസൂത്രണമാണ് തിരുവനന്തപുരത്തെങ്കിൽ ഉത്തരവാദി മേയറാണ്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചു. എവിടെ? മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. ഞാൻ കാത്തിരിക്കാൻ മോളെ. ആരെയോ ബോധിപ്പിക്കാനെന്നോണം പ്രതിഷേധമില്ലാത്തിടത്ത് 5 മിനിറ്റ് നീളുന്ന സന്ദർശനം. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. ഒറ്റക്ക് പോയാൽ മതി, ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ല, അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല, ഞാനൊന്നും മിണ്ടത്തില്ല. എന്താണ് ഈ വിഷയം? ആളുകൾ നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം. ഈ പരിഹാരം ഉടനെ കാണോ? പലഹാരം വേണോ ശ്രാങ്കേ? പലഹാരം അല്ലട പരിഹാരം. ഭരണ തുടർച്ചയാണ് LDF മുന്നോട്ട് വെക്കുന്നത്, അത് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണ തുടർച്ച എന്തായാലും ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ.